ഹലോ മക്കളെ, വെൽക്കം ടു റാൻസ്. അപ്പൊ വേവ്സ് തിരമാലകൾ കൊണ്ട് തരംഗം തീർക്കാൻ പോവാണ്. ഓക്കെ, വേവ്സ് എന്നുള്ള ചാപ്റ്റർ ചില മക്കൾക്ക് ഭയങ്കര ടഫ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സീനുണ്ടോ? ഓക്കെ, ഒരു 4 മാർക്കിനാണ് ഈ ചാപ്റ്ററിന് പൊതുവെ ചോദ്യങ്ങൾ വരാറുള്ളത്. വേവ്സ് എന്ന് പറഞ്ഞ 4 മാർക്കിന്റെ ചോദ്യങ്ങളൊക്കെയാണ് പൊതുവെ ചോദിക്കാറുള്ളത്. ഒരു 4 മാർക്ക് 5 മാർക്ക് മാക്സിമം 4 മാർക്ക് വരുള്ളൂ. അപ്പൊ 4 മാർക്കിന് എന്തൊക്കെ ചോദിക്കാന്നുള്ള നമുക്കൊന്ന് പഠിച്ചു പോവാം. ആദ്യം തന്നെ നിങ്ങൾക്ക് അറിയേണ്ടത് ട്രാൻസ്വേഴ്സ് വേവും ലോഞ്ചിറ്റ്യൂണൽ വേവും തമ്മിലുള്ള ഡിഫറൻസ് അറിയണം. ഓക്കെ, ട്രാൻസ്വേഴ്സ് വേവ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കണ്ടാൽ തന്നെ ഡിഫറൻസ് മനസ്സിലാവും. ഇതാണ് ട്രാൻസ്വേഴ്സ് വേവ്. ഓക്കെ, അതായത് പാർട്ടിക്കിൾ വൈബ്രേറ്റ്സ് പെർപെൻഡിക്കുലർ ടു ദ പ്രൊപ്പഗേഷൻ. പ്രൊപ്പഗേഷന്റെ പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും എന്തുണ്ടാവുക, പാർട്ടിക്കിളിന്റെ വൈബ്രേഷൻ ഉണ്ടാവുക. ഓക്കെ, നമ്മൾ ഒരു കയർ ഇങ്ങനെ ഒരു ജനൽ കെട്ടിയിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ അറിയാലോ, പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നത് പെർപെൻഡിക്കുലർ ആയിട്ടാണ് അല്ലെ. പ്രൊപ്പഗേഷൻ ഉണ്ടാവുന്നത് നേരെയാണ്. കാരണം ഞാൻ ഇവിടെ കൊടുക്കുന്ന എനർജി നേരെ അവിടെ എന്തുണ്ട്, ജനലിന്റെ അറ്റത്ത് എത്തുന്നുണ്ട്. ജനലിന്റെ ഒരു കയർ ഇങ്ങനെ കെട്ടിയാൽ അല്ലെ, പ്രൊപ്പഗേഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നത്, വൈബ്രേറ്റ് ചെയ്യുന്നത്. വിളിക്കുന്നതാണ് ട്രാൻസ്വേഴ്സ്. എന്തായാലും മക്കളെ ലോഞ്ചിറ്റ്യൂഡിനൽ എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾ വൈബ്രേറ്റ്സ് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. പോകുന്ന അതേ ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുന്നത്, പ്രൊപ്പഗേറ്റ്. ഇപ്പൊ നമ്മൾ സൗണ്ട് ഒക്കെ അങ്ങനെ പോകുന്ന അതേ ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുന്നത്, പാർട്ടിക്കിൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഞാനിങ്ങനെ എന്ത് ചെയ്യാണ്, ഞാനിങ്ങനെ നിങ്ങളോട് സംസാരിക്കുകയാണ് മക്കളെ. അപ്പൊ ഇവിടെ ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചു, നിങ്ങളൊന്ന് കൈ വെച്ചു, മിണ്ടാതെ ഇങ്ങനെ കൈ വെച്ച സൗണ്ട് ഇതുണ്ടാവില്ല, വൈബ്രേഷൻ ഉണ്ടാവില്ല. നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുക, എന്തെങ്കിലും തീവ്രമായിട്ട് നാളത്തെ പരീക്ഷയെ കുറിച്ച്, നിങ്ങളുടെ ചിന്തകളെ കുറിച്ച്, നിങ്ങളുടെ സ്വപ്നങ്ങളെ കുറിച്ച് ഞാൻ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വാചാലരാകുകയാണ് മക്കളെ എന്നൊക്കെ പറയാൻ വേണ്ടിയില്ല, ഇവിടെ ഇങ്ങനെ വൈബ്രേഷൻ ഉണ്ടാവും. ഓക്കെ, അതോട് നിങ്ങൾ എന്തെങ്കിലും ഇങ്ങനെ സംസാരിച്ചു നോക്കുക, ഇങ്ങനെ കൈ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ 2 അക്ഷരം സംസാരിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു വൈബ്രേഷൻ കണ്ടില്ലേ. കാരണം നിങ്ങൾ സംസാരിക്കുന്ന അതേ ഡയറക്ഷനിലായിരിക്കും ഉണ്ടാവും, പാരലൽ ആയിട്ടാണ് ഉണ്ടാവുക, വൈബ്രേഷൻ ഉണ്ടാവുക. ഓക്കെ, ഇനി ഇതിനെന്താ ഉണ്ടാവുക, ക്രസ്റ്റോ ട്രസ്റ്റോ ഒക്കെ ഉണ്ടാവുക. ഇതിനെന്താണ് ഉണ്ടാവുക, കംപ്രഷനും റയർ ഫ്രാക്ഷൻ ഒക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് അറിയണതാണ്. വലിയ സീനൊന്നുമില്ല, ഒന്ന് ലൈറ്റ് ആണ്, ഒന്ന് സൗണ്ട് ആണ് അതിന്റെ എക്സാമ്പിൾ ആയിട്ട്. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന ഭാഗങ്ങളാണ്. അതിലൊന്നും വലിയ ഇതില്ല, കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ഓക്കെ, then displacement relation for a progressive wave of traveling along a positive direction എന്താ, y is equal to xt a sin kx minus omega t plus phi. എടാ, പോസിറ്റീവ് ഡയറക്ഷൻ ആണെങ്കിൽ ഇവിടെ എന്താണ് വരുന്നത്, ഇവിടെ എന്താ വരുന്നത്, മൈനസ് ആണ്. ഓർത്ത് ചോദ്യം ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, ഇങ്ങനത്തെ ചോദ്യം ഉണ്ടാവാറുണ്ട്. ഇവിടെ ക്വസ്റ്റ്യൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ ഒക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ NCERT ഷുവർ പ്രോബ്ലംസ് എന്നുള്ള ഒരു വീഡിയോ ഉണ്ട്. നിങ്ങൾ NCERT പഠിക്കാതെ നിങ്ങൾക്ക് ചിലപ്പോൾ മാത്സിന്റെ എക്സാമിന് പണി കിട്ടിയിട്ടുണ്ടാവും. അപ്പം ഇനി നമ്മൾ അങ്ങനെ ഒരു പണി കിട്ടണ്ടെന്ന് വെച്ചിട്ട് മാത്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, പോയിട്ട് അത് കാണാം. അതിൽ ഈ വീഡിയോസ് ഇതെങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളത്, ഇതിൽ ഓരോന്നും നിങ്ങൾക്ക് എളുപ്പമാണ്, വളരെ സിമ്പിൾ ആയിട്ട് വേണമെങ്കിൽ പെട്ടെന്ന് ഞാൻ കാണിച്ചത്. ഓക്കെ, അപ്പൊ എന്താണ് ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയാ, y is equal to a sin kx minus omega t plus phi. ഓക്കെ, അതിൽ ഓരോന്ന് എന്താ നിങ്ങൾക്ക് അറിയണം കേട്ടോ. a എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് ആണ്, പിന്നെ ഒമേഗ ടി പ്ലസ് phi എന്ന് പറഞ്ഞ ഫേസ് ആണ്, k എന്ന വേവ് നമ്പർ ആണ്, ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലർ ഫ്രീക്വൻസി ആണ്. ഒക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. ഓക്കെ, ഇതിൽ വേണമെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്. ഇതേ സെയിം ക്വസ്റ്റ്യൻ ആണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മുടെ വീഡിയോയിൽ സോൾവ് ചെയ്തിട്ടുള്ളത് കേട്ടോ, ഏത് NCERT പ്രോബ്ലംസിൽ. അപ്പൊ നിങ്ങളൊന്ന് അത് കയറി ഒന്ന് ചെയ്ത് നോക്കും, അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ കിട്ടും. ഓക്കെ, എനിവേ ദെൻ അടുത്തത് എ സ്റ്റീൽ വയർ ഹാസ്, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. അത് അത്ര വലിയ ഇമ്പോർട്ടന്റ് ആക്കേണ്ട ക്വസ്റ്റ്യൻ ഒന്നല്ല, എന്നാലും വെറുതെ നമുക്ക് ചെയ്ത് നോക്കാം. ഇതും എന്ത് ചെയ്താണ്, നമ്മളതിൽ ചെയ്തൊരു ക്വസ്റ്റ്യൻ ആട്ടോ. ഓക്കെ, എ സ്റ്റീൽ വയർ ഹാസ് 12 മീറ്റർ ആണ്, ആൻഡ് ദ മാസ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ 2.1 കിലോഗ്രാം. വാട്ട് ഈസ് ദ ടെൻഷൻ ആണ് കാണാൻ പറഞ്ഞത് ഇൻ ദ വയർ ഓഫ് സ്പീഡ്, ട്രാൻസ്വേഴ്സ് വേവ് ഓഫ് വയർ സ്പീഡ് ക്വസ്റ്റ്യൻ എന്താണ് 343 ക്വസ്റ്റ്യൻ എന്താണ്. നിങ്ങൾക്ക് അറിയാം ഇക്വേഷൻ v is equal to എന്താ, റൂട്ട് ഓഫ് ടി ബൈ മ്യൂ എന്തായിരുന്നു, മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആട്ടോ. മ്യൂ പറഞ്ഞാൽ മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. ഓക്കെ, അപ്പൊ അവിടെ കട അപ്പൊ നമ്മളോട് കാണാൻ പറഞ്ഞ ടെൻഷൻ അല്ല. അപ്പൊ v സ്ക്വയർ is equal to എന്താ, അവിടെ ടി ബൈ മ്യൂ എന്ന് വരും. അപ്പൊ ടി is equal to v സ്ക്വയർ ഇൻറ്റു മ്യൂ എന്ന് വരും. v സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ നേരത്തെ പറഞ്ഞു എന്താ, മാസ് പെർ യൂണിറ്റ് ലെങ്ത്. അപ്പൊ m/l മാസ് ബൈ ലെങ്ത് എന്ന് വരും. അപ്പൊ ടി is equal to v സ്ക്വയർ, v ക്വസ്റ്റ്യൻ തന്നത് 343 സ്ക്വയർ ടു m ക്വസ്റ്റ്യൻ തന്നത് എത്രടാ, 2.1 കിലോഗ്രാം ബൈ 12 മീറ്റർ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ കിട്ടും. എത്ര ന്യൂട്ടണ കിട്ടുന്ന അറിയോ, 2.06 into 10⁴ ന്യൂട്ടൺ. എത്രയുടെ കിട്ടുന്നത്, 2.06 into 10⁴ ന്യൂട്ടൺ. ചെയ്ത് നോക്കണം കേട്ടോ, വളരെ കൃത്യമായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു നല്ല അടിപൊളി ക്വസ്റ്റ്യൻ. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ. അപ്പൊ അടുത്തേക്ക് പോവാം. അടുത്തേക്ക് നിങ്ങൾ പോകുമ്പോൾ the interference of two identical waves moving opposite directions produce standing wave. അപ്പൊ ചോദിക്കാറുണ്ട് എന്താ സ്റ്റാൻഡിങ് വേവ് എന്ന് പറഞ്ഞാൽ,
എങ്ങനെ സ്റ്റാൻഡിങ് വേവ് പ്രൊഡ്യൂസ് ചെയ്യാം? ഓക്കെ, എന്താണ് ഐഡന്റിക്കൽ വേവ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന സമയത്താണ് എന്തുണ്ടാവുക? സ്റ്റാൻഡിങ് വേവ് ഉണ്ടാവുക. പഠിച്ചു നോക്കണം കേട്ടോ. ഈ ഡ്രോ ഇവിടുന്ന് എപ്പോഴും ചോദിക്കുന്ന 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഡ്രോ ദ ഡിഫറെന്റ് മോഡ് ഓഫ് സ്റ്റാൻഡിങ് വേവ് പ്രൊഡ്യൂസ്ഡ് ഇൻ സ്ട്രക്ചർഡ് സ്ട്രിങ്. ഏതാ ക്വസ്റ്റ്യൻ വെച്ച് സ്ട്രക്ചർഡ് സ്ട്രിങ്ങിൻ്റെതാണ്. ആൻഡ് ഒബ്റ്റെയിൻ ദ ഫ്രീക്വൻസി ഓഫ് ഹാർമോൺസ്. അല്ലെങ്കിൽ ഇതിന്റെ ക്വസ്റ്റ്യൻ വേറെ ടൈപ്പിൽ ചോദിക്കുന്നത് പ്രൂവ് ദ ഫ്രീക്വൻസി പ്രൊഡ്യൂസ്ഡ് ദ സ്ട്രക്ചർഡ് സ്ട്രിങ് ബോത്ത് എൻഡ്സ് ദ റേഷ്യോ 1, 2, 3. ഇങ്ങനെ ചോദ്യങ്ങളും ചോദിക്കാറുണ്ട്. അപ്പൊ മക്കൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്ത് ചെയ്യണം? വരച്ചു കൊടുക്കണം, എന്നിട്ട് ചെയ്യണം. സ്ട്രക്ചർഡ് സ്ട്രിങ് അല്ലേ? അപ്പൊ സ്ട്രക്ചർഡ് സ്ട്രിങ്ങിന്റെ ഹാർമോൺ ആദ്യം നിങ്ങൾ കാണട്ടെ. ഫണ്ടമെന്റൽ മോഡ് അല്ലെങ്കിൽ ഫസ്റ്റ് ഹാർമോണിക് എന്ന് പറയും. ഇതിനെ വിളിക്കുന്ന പേരാണ് ഫണ്ടമെന്റൽ മോഡ് ഓർ ഫസ്റ്റ് ഹാർമോണിക്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഹാർമോണിക് ഇങ്ങനെയാടാ, 2 എൻഡിൽ ഇങ്ങനെ എടുക്കുന്നുണ്ട്, ഇതങ്ങനെ. ഓക്കെ, എടാ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒക്കെയാണ് നോഡ് മാർക്ക് ചെയ്യാം. ഓപ്പൺ ആയിട്ടുള്ള ഭാഗമാണ് എന്ത്? ആന്റി നോഡ്. ഓക്കെ, ക്ലോസ്ഡ് ആയിട്ടുള്ള 2 ഭാഗം നോഡും, ഓപ്പൺ ആയിട്ടുള്ള ഭാഗം ആന്റി നോഡും മാർക്ക്. ഓക്കെ, എടാ നിങ്ങൾക്കറിയാം ഫുള്ള് ലെങ്ത്തിനെ നമ്മൾ L എന്ന് വിളിക്കും അല്ലെ? ഇനി ഈ 2 നിങ്ങൾക്ക് ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഞാൻ ചെറിയ സാധനം കാണിച്ചത്. ഓക്കെ, ഇതൊരു നോഡാണ്, നോഡ്. ഇത് ആന്റി നോഡാണ്, ഇത് ആന്റി നോഡാണ്. എടാ ഇവിടെ മുതൽ ഇതുവരെ 2 നോഡുകൾക്കിടയിലുള്ള ഡിഫറൻസ് എത്രയെന്ന് ചോദിച്ചാൽ എത്രടാ? ഇത് ഫുൾ ആണെന്നുണ്ടെങ്കിൽ പൈ ആയിരുന്നു അല്ലെ? അപ്പൊ ഇത് രണ്ടും ഇതിനിടയിലുള്ള ഡിഫറൻസ് എത്ര? π/2. അപ്പൊ 2 നോഡുകൾക്കിടയിലുള്ള ഡിഫറൻസ് എത്ര? π/2. ഇതാ ഇവിടെ നോഡ്, ഇവിടെ നോഡ്, അപ്പൊ ഇതിന്റെ ഇടയിലുള്ള ഡിഫറൻസ് π/2 ആണ്. L is equal to π/2. L is equal to π/2. അങ്ങനെ കേട്ടോ, L is equal to π/2. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എന്തെങ്കിലും എഴുതേണ്ടത് L is equal to λ/2. No, π/2 അല്ല, λ/2. സോറി. ഓക്കെ, then lambda is equal to, ഞാൻ പറഞ്ഞ മാറാം, 2L. lambda is equal to എന്ത് കിട്ടൂടാ? 2L എന്ന്. ഓക്കെ, ഇനി നിങ്ങൾ അടുത്ത ഫ്രീക്വൻസി കാണണ്ട. ഫ്രീക്വൻസി കാണാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്കറിയാം ഫ്രീക്വൻസിന്റെ ഇക്വേഷൻ V is equal to ന്യൂ ലാംഡ. ഇത് ന്യൂ ആണ്, ന്യൂ ലാംഡ. V is equal to ന്യൂ ലാംഡ. ഇത് ഫ്രീക്വൻസി അല്ലേ കണ്ടത്? അപ്പൊ ന്യൂ is equal to V/λ എന്ന് വരും. ന്യൂ is equal to V/λ എന്ന് വരും. അപ്പോ V/λ 2L അല്ലേ? V is equal to ന്യൂ is equal to V/2L. ഇതാണ് ഒന്നാമത്തെ. കിട്ടിയോ? ഒന്നാമത്തെ കിട്ടിയോ? ഫസ്റ്റ് ഹാർമോണിക് കിട്ടിയോ? ഫസ്റ്റ് ഹാർമോണിക്കിന് എന്ത് കിട്ടിയടാ? ഫ്രീക്വൻസി കിട്ടി. എല്ലാം ഇങ്ങനെ ആയിട്ട് കാണാം, എല്ലാം ഇതേപോലെ കാണാം. സെക്കൻഡ് ഹാർമോണിക് എന്ന് പറയും. എന്താ വിളിക്കുക? സെക്കൻഡ് ഹാർമോണിക് എന്ന് വിളിക്കും. സെക്കൻഡ് ഹാർമോണിക് നിങ്ങൾക്ക് അറിയാം, ഇതുവരെ എന്താ? λ/2 ആണ്. ഇവിടെ മുതൽ അടുത്ത് λ/2, 2 λ/2. ഓക്കെ, 2 നിങ്ങൾക്ക് ഇവിടെ മുതൽ ഇതുവരെയാണ് ഒരു ലാംഡ എന്ന് പറഞ്ഞാൽ അല്ലെ? വേവ് ലെങ്ത് ആണ്, ഒരു വേവിന്റെ ലെങ്ത് ആണ് ഇത് മുതൽ ഇതുവരെ അല്ലേ ലാംഡ. ഇതിന്റെ പകുതിനെ λ/2 എന്ന് വിളിക്കുക. അതന്നെ കേട്ടോ. ഓക്കെ, ഇതാ 2 നോഡുകൾ തമ്മിൽ λ/2, അടുത്ത 2 നോഡുകൾ തമ്മിൽ λ/2. അപ്പൊ λ/2 എന്താ? L is equal to 2 λ/2. അതായത് 2 λ/2 പറഞ്ഞാൽ 2 λ/2 തന്നെ നിൽക്കട്ടെ കേട്ടോ. 2 λ/2 തന്നെ നിൽക്കട്ടെ. ഓക്കെ, അല്ലെങ്കിൽ ഈ 2 λ/2 നമുക്ക് എല്ലാക്കണെങ്കിൽ എല്ലാക്കാം. അപ്പം നമുക്കറിയാം V is equal to എന്താടാ? V/λ. അപ്പം ന്യൂ is equal to V/λ. ന്യൂ is equal to V/λ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 λ/2. ഈ 2 മുകളിലോട്ടായാൽ ന്യൂ is equal to 2V/2λ. ഓക്കെ, 2V/2λ ആണെങ്കിൽ അത് കട്ട് ചെയ്യാം. ഓക്കെ, കൊടുക്കട്ടെ 2V/2λ. അപ്പൊ ആദ്യത്തത് V/2λ ആയിരുന്നു, ഇത് 2 into V/2λ ആണ്. ഈ 2നെ ഞാൻ ഒരു കളർ ഡിഫറൻസിൽ കൊടുക്കാം. ആവശ്യമുണ്ട്, എല്ലാമേ ഒരു ആവശ്യം കിടക്കാതെ കിടക്കുന്നു, കിടക്കാതെ പറഞ്ഞാൽ ഇല്ല എന്നാണ്. ഓക്കെ, ഇതാണ് തേർഡ് ഹാർമോണിക് എന്ന് പറയുന്നത്. തേർഡ് ഹാർമോണിക് എങ്ങനെയാടാ? ഇവിടെ മുതൽ ഒരു λ/2, ഒരു λ/2, ഒരു λ/2, 3 λ/2. L is equal to 3 λ/2. ന്യൂ is equal to V/λ, then V/3 λ/2. 2 മുകളിൽ, അയ്യോ അതിനല്ലേ? ശരിയാണല്ലോ, ശരിയാണ്, പ്രശ്നമൊന്നുമില്ലല്ലോ. ഉണ്ടോ? 2 മഞ്ഞൾ പൂമ്പാറ്റേ, എന്തൊക്കെ പ്രശ്നമാണോ?
எந்த ஒரு விஷயம் என்ன ஒரு விஷயம் கிடைக்காது. 3v/2l. അയ്യോ എടാ ലാംഡ കാണണ്ടേ? ഇവിടെ അങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാവല്ലോ. ലാംഡ കാണാതെ ഇവിടെ ലാംഡ കണ്ടില്ല അല്ലെ? എടാ ലാംഡ കാണണ്ടേ? എന്നാ ചെങ്ങായിയാ ഞാൻ. 2l/3. ഓക്കെ, ഇവിടെ രണ്ടും 2 ആയതുകൊണ്ടാ വിഷയം വരാൻ. ലാംഡ കാണണം കേട്ടോ മക്കളെ. ഓക്കെ, സോറി. ഓക്കെ, പോട്ടെ. അപ്പം പോട്ടെ. ദെൻ v/ ലാംഡ എത്രടാ? 2l/3. ദെൻ 3 മുകളിലോട്ട് പോകുമ്പോഴേ ന്യൂസ് ഈക്വൽ ടു 3v/2l. അപ്പൊ ഈ 3 വേറൊരു കളറിൽ കൊടുക്കുന്നുണ്ട്. ഏത് കളർ വേണം? നേരത്തെ കളർ കൊടുത്ത് വെള്ളല്ലേ. ഇനി നിങ്ങൾ ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. ക്വസ്റ്റ്യൻ പറഞ്ഞ എന്തായിരുന്നോടാ? 1 2 3 എന്ന് പ്രൂവ് ചെയ്യാനല്ലേ? അല്ലെ, ഹാർമോണിക്സ് 1 2 3 എന്ന് പ്രൂവ് ചെയ്യണം. ഇത് ആദ്യം കിട്ടിയത് ഇവിടെ മുന്നിൽ 1 ആയിരുന്നു, പിന്നെ കിട്ടിയത് മുന്നിൽ 2 ആണ്, പിന്നെ കിട്ടിയത് മുന്നിൽ 3 ആണ്. അപ്പൊ എന്ത് മനസ്സിലായി? ഹാർമോണിക് എന്താടാ? ന്യൂ 1, ന്യൂ 2, ന്യൂ 3. എങ്ങനത്തെ ഇതിലാടാ? 1:2:3 ഈ റേഷ്യോ. ഓക്കെ, വൃത്തിക്ക് പഠിച്ചേക്കണം കേട്ടോ. അടുത്ത ടൈപ്പിലേക്ക് പോയാലോ? Draw the different mode of standing wave produced in a closed pipe. Also obtain the frequency of harmonic. Closed pipe ആണെന്ന് ഓർക്കുക. ആ ചോദ്യം എങ്ങനെ വരാം? Prove that frequency produced closed pipe ratio 1:2, 3:5 എന്ന് വരാം. Show that the only odd harmonics are possible in a closed pipe. എടാ odd harmonics മാത്രമേ ക്ലോസ്ഡ് പൈപ്പോട് ഉണ്ടാവുള്ളൂ. ഇങ്ങനെ 3 രൂപത്തിൽ എന്തിനു ചോദിക്കാം? ക്ലോസ്ഡ് പൈപ്പിനെ കുറിച്ച് ചോദിക്കാം. അപ്പൊ ക്ലോസ്ഡ് പൈപ്പിലെ ഫണ്ടമെന്റൽ ഹാർമോണിക് അല്ലെങ്കിൽ ഫസ്റ്റ് ഹാർമോണിക് നോക്കാം. എടാ ഇവിടെ ഒരു നോഡും ഒരു ആന്റി നോഡും. ഓക്കെ, കാരണം ഞാൻ നേരത്തെ പറഞ്ഞു. ഓക്കെ, ഇവിടെ മുതൽ ഇതുവരെയുള്ളതാണ് ഒരു ലാംഡ. ഈ രണ്ട് നോഡുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആയിരുന്നു λ/2. ഇതിന്റെ ഇടയിലാണ് എന്തുള്ള ആന്റി നോഡുകൾ. അപ്പൊ അതിന്റെ പകുതി അല്ലേ നോഡും ആന്റി നോഡും തമ്മിലുള്ള ഡിഫറൻസ് λ/4. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ നോഡ് ഉണ്ട്, ഇവിടെ ആന്റി നോഡ് ഉണ്ട്. അത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? L is equal to λ/4. പിന്നെ ലാംഡ കിട്ടും എത്ര? 4l. ഫ്രീക്വൻസി അറിയാം, ന്യൂസ് ഈക്വൽ ടു v/λ. അപ്പൊ എന്ത് കിട്ടണം? v/4l. അടുത്ത ക്വസ്റ്റ്യൻ നോക്കണം. ഇവിടെ മുതൽ ഇതുവരെയുള്ള എന്താടാ? λ/2. ഇത് മുതൽ ഇതുവരെ λ/4. ഓക്കെ, അല്ലാണ്ടെങ്കിൽ ഇത് മുതൽ ഇതുവരെ λ/4, ഇത് മുതൽ ഇതുവരെ λ/4, ഇത് മുതൽ ഇതുവരെ λ/4. എത്രയായി? 3 λ/4 അല്ലെ? കണ്ടോ? 1 2 3 λ/4. L is equal to 3 λ/4 എന്ന് കിട്ടി. അപ്പം ലാംഡ എത്രടാ? നേരത്തെ തിരിച്ചിടാം. 4l/3 എന്ന് കിട്ടി. ഫ്രീക്വൻസി നിങ്ങൾക്ക് കിട്ടും. V is equal to v/λ. v/λ എന്നതാ കൊടുത്തു. ആൻസർ 3v. ഓക്കെ, നിങ്ങൾക്ക് നോക്കാമല്ലോ കേട്ടോ, ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ കൂടുതൽ ഇതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അടുത്തതാ അതുപോലെ തന്നെ 5 കിട്ടി. ആൻസർ ന്യൂ 1, ന്യൂ 3, ന്യൂ 5 എത്ര? 1:3:5. ഓക്കെ, കിട്ടും. ക്വസ്റ്റ്യൻ ആണല്ലോ പറഞ്ഞത് 1:3:5 എന്ന് പറയാൻ കിട്ടിയല്ലോ. ഓക്കെ, അടുത്ത ചോദ്യം ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നോക്കടാ. ഡ്രോ ദ ഡിഫറെന്റ് മോഡ് ഓഫ് സ്റ്റാൻഡിംഗ് വേവ് പ്രൊഡ്യൂസ്ഡ് ഇൻ ആൻ ഓപ്പൺ പൈപ്പ്. ഓപ്പൺ പൈപ്പ് ആണ് ചോദിച്ചത്. പ്രൂവ് ദ ഫ്രീക്വൻസി പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഓപ്പൺ പൈപ്പ് 1:2:3. ഓപ്പൺ പൈപ്പും അതുപോലെ സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങും ഒരുപോലെയാണ് ഓർത്ത് വെക്കട്ടോ. 1:2:3 ആണ്. ഒരുപോലെ എന്നല്ല, 1:2:3 ആണ്. നോക്കടാ ക്വസ്റ്റ്യനിലേക്ക്. ഒരു ആന്റി നോഡ്, ഒരു നോഡ്, λ/4. വീണ്ടും ഒരു λ/4. 2 into λ/4 എന്താണ്? λ/2 ആണ് കേട്ടോ, അല്ലെ? 2 into λ/4 കട്ട് ചെയ്ത് എന്ത് വരും? λ/2 വരും അല്ലെ? അപ്പൊ L is equal to λ/2. എത്രടാ? L is equal to λ/2. Then L is λ is equal to 2l. ഫ്രീക്വൻസി അറിയാം. ന്യൂ 1 is equal to v/λ ആണ്. അപ്പൊ 2l. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാ. നിങ്ങൾക്കറിയാം ഇവിടെ മുതൽ ഇതുവരെ λ/4, ഇത് അടുത്ത λ/4, അടുത്ത λ/4, അടുത്ത λ/4. 1 2 3 4 λ/4. 4 λ/4 എന്ന് പറഞ്ഞാൽ 4 4 മറ്റേത് λ. ആൻസർ എന്ത് മാത്രം വരും? λ മാത്രം വരും. അപ്പൊ L is equal to λ. ഓക്കെ, L is equal to λ എന്ന് കിട്ടി. അപ്പൊ നേരത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത എങ്ങനെയായിരുന്നു? 2 λ/2 എഴുതി വെച്ചേക്കായിരുന്നു. ഓർമ്മണ്ടല്ലോ. അപ്പോഴേ നമുക്ക് ഇവിടെ 2v എന്ന് കിട്ടുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ്. അപ്പൊ എന്ത് കിട്ടിയടാ? L is equal to
ലാംഡ ദെൻ വി ബൈ എൽ 2/2 2/2 എന്ന് ഇവിടെ കൊടുത്തിട്ടോ വെറുതെ ഇത് രണ്ടും കട്ട് ചെയ്ത് പോകുന്ന അറിയാം. ഓക്കെ, എന്നാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, 2 ഹാർമോണിക് ആണെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ 3ന്റെ കിട്ടും, എന്ത് കിട്ടില്ല, ആൾ ഹാർമോണിക്സ് ആർ ഓപ്പൺ പൈപ്പിൽ എന്താണ് 1:2:3 ആണ്. ഓക്കെ, അതായത് ഓപ്പൺ പൈപ്പിൽ എന്തുണ്ട്, എല്ലാ ഹാർമോണിക്സ് ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, എല്ലാ ഹാർമോണിക്സും ഉണ്ട്. പക്ഷെ ക്ലോസ്ഡ് പൈപ്പിൽ നിങ്ങൾ ശ്രദ്ധിച്ചു ഏതൊക്കെ ഹാർമോണിക്സ് ആണ് 1:3:5, അതായത് ഓഡ് ഹാർമോണിക്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ ആൾ ഹാർമോണിക്സ് ആർ പോസിബിൾ ഓൺലി ഓൺ ഓപ്പൺ പൈപ്പിലാണ്, ബട്ട് ക്ലോസ്ഡ് പൈപ്പ് ഓൺലി ഓഡ് ഹാർമോണിക്സ് ആർ പോസിബിൾ. സോ ഓപ്പൺ പൈപ്പ് പ്രിഫേർഡ് ടു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന് എപ്പോഴും ഓപ്പൺ പൈപ്പ് എടുക്കുക, കാരണം ക്ലോസ്ഡ് പൈപ്പിൽ എന്താ പ്രശ്നം, അവിടെ എന്താണ് ഓൺലി ഓഡ് ഹാർമോണിക് മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇത്ര കാര്യങ്ങളാണ് നമുക്ക് എന്തിൽ പറയാനുള്ളത്, നമ്മളെ വേവ്സ് എന്നുള്ള ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അപ്പൊ വേവ്സ് എന്നുള്ള ചാപ്റ്റർ വളരെ സിമ്പിൾ ആയിട്ട് ഓർത്തു വെക്കണം, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതുവരെ നമ്മുടെ ക്ലാസ്സുകൾ കണ്ട ആളുകൾക്ക് എല്ലാവർക്കും താങ്ക് യു. ഓക്കെ, അപ്പം ലൈവിൽ എല്ലാവരും ഉണ്ടാവണം, ലൈവിൽ നിങ്ങൾ കൃത്യമായിട്ട് ലൈവിൽ പങ്കെടുക്കണം. ഓക്കെ ആണോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ക്ലാസ് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും പറയാണ്, NCERT പ്രോബ്ലംസ്, NCERT പ്രോബ്ലംസ് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെ വീഡിയോയിൽ നമ്മളെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് അത് പോയിട്ട് കാണണം. ഇമ്പോർട്ടന്റ് ഡെറിവേഷൻസ് ഏതൊക്കെയാ, ഇമ്പോർട്ടന്റ് ഡെറിവേഷൻസ് നമ്മളെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ട് പോയിട്ട് കാണണം. ഓക്കെയാണ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അടുത്തൊരു വീഡിയോയിലും നാളത്തെ ലൈവ് നമുക്ക് പൊളിച്ച് സെറ്റ്, നാളത്തെ ഇന്നത്തെ ലൈവ് നമുക്ക് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് സെറ്റ് ആക്കാം. എന്നിട്ട് നാളത്തെ എക്സാം നമ്മൾ പൊളിക്കേണ്ടതാണ്. അപ്പം അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.